വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക്. ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി വിജിൻ വായാന്തോട് നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ ഒരു മികച്ച മാതൃകയാവുകയില്ലേ കേരള ബാങ്കിന്റെ ഈ ഒരു തീരുമാനം? തീർച്ചയായും സിന്ധൂരി, അങ്ങനെ തന്നെയാണ്. അതായത് ഈ ചൂരൽമല ശാഖയിൽ ലോൺ എടുത്ത ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെയും ഒപ്പം തന്നെ വസ്തുക്കളോ വീടോ ഈടായി നൽകി ലോൺ എടുത്തവരുടെയും ലോണുകൾ എഴുതിത്തള്ളാനാണ് നിലവിൽ ഇപ്പോൾ കേരള ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിച്ചായിരിക്കും ആ എഴുതിത്തള്ളുന്ന നടപടിയിലേക്ക് ഒക്കെ കടക്കുക. എന്തായാലും അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കേരള ബാങ്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട കാര്യം. ഏറ്റവും മാതൃകാപരവും മനുഷ്യത്വപരവുമായ ഒരു തീരുമാനത്തിലേക്ക് ആണ് കേരള ബാങ്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. കാരണം ആ പ്രദേശങ്ങളിൽ പല ആളുകൾക്കും വസ്തുക്കളും ഒപ്പം തന്നെ വീടും ഒക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരൊക്കെയുണ്ട്. ഇവർ ഈ സ്ഥലമോ അല്ലെങ്കിൽ വീടോ ഈടായി നൽകി ആ ലോൺ എടുത്ത ആളുകളുടെ പൂർണ്ണമായും ലോണ് എഴുതിത്തള്ളാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആ ദുരന്തത്തിൽ മരണമടഞ്ഞ ആളുകളുടെ പേരിൽ എടുത്ത വായ്പകളും പൂർണ്ണമായും എഴുതിത്തള്ളും. അത്തരം ഒരു തീരുമാനത്തിലേക്കാണ് കേരള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് യോഗം എത്തിയിരിക്കുന്നത്. വിജിൻ, പലപ്പോഴും പല അവസരത്തിലും കേരള ബാങ്കിനെ വിമർശിച്ചവർക്ക് മുന്നിൽ ഇതൊരു വലിയൊരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മറ്റേതെങ്കിലും ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? നിലവിൽ മറ്റ് ബാങ്കുകളൊന്നും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും കേരള ബാങ്ക് തീർച്ചയായും മാതൃകാപരമായ ഒരു നടപടി തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങൾ എക്കാലത്തും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന അവരുടെ ആശ്രയമായി മാറാറുണ്ട് എന്നൊക്കെ നമ്മൾ എല്ലാ ഘട്ടത്തിലും പറയുന്നതാണ്. അതിന് ഉദാഹരണമായി തന്നെ ഈ കാര്യത്തെ കാണുകയും ചെയ്യാം. എന്തായാലും വലിയ ദുരന്തത്തിൽ പൂർണ്ണമായും വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിലും അതുപോലെ തന്നെ മറ്റ് ബന്ധുവീടുകളിലും ഒക്കെ കഴിയുന്നുണ്ട്. ആ സ്ഥലങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. അതിന്റെ രേഖകൾ എവിടെയാണ് തങ്ങളുടെ സ്ഥലമെന്ന് പോലും വ്യക്തമാകാത്ത ഒരു അവസ്ഥയിലാണ് നിലവിൽ ആ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇവരുടെ ആ പേരിൽ ഈടായി അത്തരം സ്ഥലങ്ങളും വീടും വെച്ചിരിക്കുന്നവരുടെ ലോണും ഒപ്പം തന്നെ ദുരന്തത്തിൽ മരണമടഞ്ഞവർ എടുത്ത ലോണുമാണ് ഇപ്പോൾ എഴുതിത്തള്ളാനുള്ള കൃത്യമായ തീരുമാനത്തിലേക്ക് കേരള ബാങ്ക് പോയിട്ടുള്ളത്. നിലവിൽ ദേശസാൽകൃത ബാങ്കുകൾ ഒന്നും അത്തരം ഒരു നടപടിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. വിജിൻ, ഏകദേശം എത്ര രൂപയുടെ കടമായിരിക്കും ഇത്തരത്തിൽ എഴുതിത്തള്ളുക? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇതൊരു പൂർണ്ണമായും ബാങ്ക് ലോണുകൾ എഴുതിത്തള്ളുമെന്നാണ്. അതിന് പരിധിയില്ല. 10,000 രൂപയാണ് എടുത്തതെങ്കിൽ ആ 10,000 രൂപയും, 1 ലക്ഷം രൂപയാണെങ്കിൽ ആ 1 ലക്ഷം രൂപയും, അതിൽ കൂടുതലാണെങ്കിൽ ആ രൂപയും പൂർണ്ണമായും എഴുതിത്തള്ളാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളുടെ ലോണുകൾ എഴുതിത്തള്ളാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തുകയുടെ അടിസ്ഥാനത്തിലല്ല, അത് പൂർണ്ണമായും എഴുതിത്തള്ളാനുള്ള തീരുമാനമാണ് നിലവിൽ കേരള ബാങ്ക് എടുത്തിരിക്കുന്നത്. തീർച്ചയായും ദുരന്തബാധിതരായി ക്യാമ്പുകളിൽ മറ്റും കഴിയുന്നവർക്ക് വലിയൊരു ആശ്വാസമാകുന്ന ഒരു വാർത്ത തന്നെയാണ് കേരള ബാങ്കിന്റെ ഈ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മാതൃകാപരമായ കാര്യങ്ങൾ മറ്റു ബാങ്കുകൾക്ക് കൂടി മാതൃകയാക്കാവുന്ന അങ്ങനെ ഒരു തീരുമാനം മറ്റു ബാങ്കുകളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും നമുക്ക് ഈ ഒരു വാർത്തയുടെ ഭാഗമായി ചിന്തിക്കാം, അല്ലേ വിജിൻ? തീർച്ചയായും അത്തരം നടപടികളൊന്നും ഇതുവരെ ആരും മറ്റൊരു ബാങ്കുകളും കൈക്കൊണ്ടിട്ടില്ല. കേരള ബാങ്ക് ഇത്തരത്തിലുള്ളൊരു മാതൃകാപരമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. മറ്റ് ബാങ്കുകളുടെ ലോണുകൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള ചർച്ചകളും അവരുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതാണ്. സാധാരണഗതിയിൽ അത്തരത്തിലുള്ളൊരു വലിയ തരത്തിലുള്ള തുക എഴുത്തുള്ള സാഹചര്യമൊന്നും മറ്റ് ദേശസാൽകൃത ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. ഈ വലിയ ദുരന്തം ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ വായ്പകൾ എഴുതിത്തള്ളുമോ എന്ന കാര്യം ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്.